അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയാണ്. 18ാമത്തെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ? 18 നോമ്പ് നോറ്റവരൊക്കെ കമന്റ് ചെയ്യാ ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമ്മൾ ദ കീ ടു ജന്നയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ്? അല്ലാഹുമ്മ മുസരിഫൽ ഖുലൂബ് സരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ നിന്നെ അനുസരിക്കുന്നതിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. ഇത് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. കാരണം ഒരുപാട് ആളുകൾ വഴി തെറ്റിപ്പോവുകയാണ്. ഒരുപാട് പഠിച്ച് ആദ്യം നന്മകളൊക്കെ ചെയ്ത് മദ്രസയിലൊക്കെ പോയി നല്ലതൊക്കെ പഠിച്ച് പിന്നെ ആ കുട്ടി മ്യൂസിക്കും നിര്യാണിക്കടിക്കിടലും, ആൺകുട്ടികളൊക്കെ നിര്യാണിക്കടിക്കിടുക, പെൺകുട്ടികൾ മര്യാദയ്ക്ക് വസ്ത്രങ്ങളൊന്നും ഇടാതെ, നല്ല വസ്ത്രങ്ങളൊന്നും ഇടാതെ ചെറിയ ചെറിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് മുടി കാട്ടി അങ്ങനെ ഔറത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പുറത്ത് കാട്ടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. പഠിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്തണം. നന്മകളെല്ലാം ജീവിതത്തിൽ പകർത്തണം. തിന്മകളെല്ലാം ജീവിതത്തിൽ നിന്നും പാടെ ഉപേക്ഷിക്കണം. അതിനുള്ള തീരുമാനം എടുക്കുക, പ്രവർത്തിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. ഈ ഒരു പ്രാർത്ഥന അള്ളാൻ്റെ പൂർണ്ണമായും അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് വേണ്ടി പ്രാർത്ഥിക്കൂലേ? ഓക്കെ, ഈ ഒരു പ്രാർത്ഥന മുമ്പേ അറിയുമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. പഠിച്ചു കഴിഞ്ഞിട്ട്, അറിയാത്തവർ പഠിച്ചു കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹൈഫളിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താക്കുക, എല്ലാവരും ഒന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും എടുത്തേ? സൂറത്തുൽ മുൽക്കിലെ 5ഉം 6ഉം ആയത്തുകൾ അല്ലേ? അപ്പോൾ 5, 6 ആയത്തുകൾ നമ്മൾ പൂർണ്ണമായി എടുത്ത് 1 മുതൽ 6 വരെ ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ എടുത്തില്ലേ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് എടുക്കാനുള്ളത് ഏതാണ്? 7ഉം 8ഉം. അപ്പം 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും 1 മുതൽ 6 വരെ പഠിച്ച ആയത്തുകൾ പഠിച്ച ആളുകളൊന്ന് കമൻറ്റ് ചെയ്യുക. അവരെ പേരടക്കം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കാണാം. അപ്പം അവരെന്താക്കുക, ചൊല്ലിക്കൊടുക്കുന്നുണ്ടാകുന്ന കരുതുന്നത്. അപ്പം നമുക്ക് എന്താക്കുക, പഠിക്കാത്തവർ എത്രയും വേഗം പഠിക്കുക. നമ്മൾ ഈ റമളാനിൽ ഖുർആൻ പഠിക്കാനുള്ള സമയം കണ്ടെത്തണ്ടേ? അപ്പം നമ്മൾ ഫ്രീ ഒഴിവുള്ള സമയം നമ്മൾ ഖുർആനായിട്ട് മാറ്റി വെക്കുക. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് 7ഉം 8ഉം ആയത്തുകളാണ്. നമുക്ക് അതിലേക്ക് കടന്നാലോ? ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാവരും ഒന്ന് കേൾക്കുക. ഓക്കെ, അൽഹംദുലില്ലാഹ്. അപ്പം നമ്മൾ പോവാണ്. أعوذ بالله من الشيطان الرجيم. إذا ألقوا فيها سمعوا لها شهيقا وهي تفور. إذا ألقوا فيها سمعوا لها شهيقا وهي تفور. تكاد تميز من الغيظ. غين ആണ് غين. تكاد تميز من الغيظ. تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് ഒരുമിച്ച് ഓതിയാലോ?
ഇൻഷാ അല്ലാ എല്ലാവരും ഒന്ന് റെഡി ആവാം. ഞാൻ ഓത്തരും, നിങ്ങൾ കേൾക്കുക, എന്നിട്ട് ആവർത്തിച്ച് നമുക്ക് ഓതാം ഇൻഷാ അല്ലാ. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. إذا ألقوا فيها إذا ألقوا فيها إذا ألقوا فيها إذا ألقوا فيها سمعوا لها إذا ألقوا فيها سمعوا لها إذا ألقوا فيها سمعوا لها شهيقا وهي تفور شهيقا وهي تفور شهيقا وهي تفور شهيقا وهي تفور تكاد تميز من الغيظ تكاد تميز من الغيظ. ഇവിടെ ശ്രദ്ധിക്കണം, തക്കാദ് തമയ്യസ് മിനൽ ഗൈൽ, ഗൈനാണ് ഗൈന്, പിന്നെ ഗൈനതിൻ്റെ യാ ള, അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. തക്കാദു തമയ്യസു മിനൽ ഗൈസ് تكاد تميز من الغيظ كلما ألقي فيها كلما ألقي فيها كلما ألقي فيها كلما ألقي فيها فوج سألهم فيها فوج سألهم فيها فوج سألهم خزنتها فيها فوج سألهم خزنتها خ فيها فوج سألهم فيها فوج سألهم خزنتها ألم يأتكم نذير خزنتها ألم يأتكم نذير ألم يأتكم نذير ألم يأتكم نذير. ഇൻഷാല്ലാ അപ്പം എല്ലാവരും ഓതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഇത് കേട്ട് പഠിക്കുക. അപ്പം കേട്ട് പഠിച്ചാൽ എന്താണ്, വേഗം പഠി. നമ്മളിങ്ങനെ നിരന്തരം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സാധനം നമ്മൾ മനസ്സിൽ പെട്ടെന്ന് കയറും, നമ്മൾ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ എന്താക്കുക, കേട്ട് പഠിക്കുക കൂട്ടുകാർ. അപ്പം നമുക്കെന്താ ഇനി അർത്ഥം നോക്കാം അല്ലേ ഇൻഷാല്ലാ. അപ്പം ഞാൻ ഓതി തരാം, എൻ്റെ അർത്ഥം പറയാം ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم. إذا ألقوا فيها سمعوا لها شهيقا وهي تفور. അവർ അതിൽ ഇടപെട്ടാൽ അതിനൊരു ഗർജനം അവർ കേൾക്കുന്നതാണ്, അതാകട്ടെ തിളച്ചു മറിഞ്ഞുകൊണ്ട് മിരിക്കും. എന്താണ് ആ ഗർജനം, തിളച്ചു മറിയുന്നത് എന്താണ്? നരകത്തിലെ ഗർജനാണ്. നരകം ഭയങ്കര ഘോര ശബ്ദങ്ങളാൽ എന്താ പറയുക, ഭയങ്കര വലിയ ശബ്ദങ്ങളെന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് നരകം എന്നുള്ളത്. അപ്പം എന്താണ് അവിടെ തിളച്ച് മറിഞ്ഞ് ഇങ്ങനെ തീ ഇങ്ങനെ ഓരോ സാധനങ്ങൾ തിളച്ചിങ്ങനെ മറിഞ്ഞ് നല്ല, ഇവിടുത്തെ തീനെക്കാട്ട് എത്ര ഇരട്ടിയുണ്ട്? 69. അത്രയോ ഇരട്ടി ചൂടുള്ള തീയാണ് ഇവിടുത്തെ നരകത്തിലെ തീ എന്നുള്ളത്. അപ്പം നമ്മൾ നന്മകൾ ചെയ്യുക, തെറ്റുകൾ ചെയ്യാതിരിക്കുക, നരകത്തിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാ. അപ്പം നമ്മൾ അടുത്ത് നോക്കാം. تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير. ഉഗ്രകോപം നിമിത്തം അത് വേർപെട്ടു പോകുമാറാകും. അടുത്ത ശബ്ദം കൊണ്ട് അതെല്ലാം പൊട്ടിത്തെറിക്കും. നമ്മളിങ്ങനെ നമ്മളെ ശബ്ദം അത്രയും വലിയ ശബ്ദമായിരിക്കും. നമുക്ക്
കേൾക്കാൻ കഴിയാത്തത്രയും വലിയ ശബ്ദമായിരിക്കും. അപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പം ഓരോ കൂട്ടം ആളുകൾ അതിൽ ഇടപെടുമ്പോഴൊക്കെ അതിലെ പറവുകാർ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് താക്കീത് നൽകാൻ ആൾ വരുന്നില്ലേ? അപ്പം അടുത്ത മരക്കൾ നരകത്തിൽ കാവലക്കാരൊക്കെ ആൾക്കാരുണ്ടല്ലോ, അവർ ചോദിക്കുന്നത് അവരോട്, നരകത്തിലുള്ള ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ വന്നിരുന്നില്ലേ? താക്കീത് നൽകുന്ന ആൾ വന്നതെന്ന് വെച്ചാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമുക്ക് സത്യവിശ്വാസം പറയാൻ സത്യം പറഞ്ഞു തരാൻ വേണ്ടി ആൾക്കാർ വന്നിരുന്നേ ചോദിക്കുകയാണ് അവരോട്, അലം യഅ്തികും നദീർ. അപ്പം അവരോട് ചോദിക്കാം, നമ്മൾ വരാത്ത പ്രശ്നമൊന്നുമില്ല, എല്ലാ സമുദായത്തിലേക്കും നബിമാരെ അയച്ചിട്ടുണ്ട് അള്ളാഹു. അപ്പം നമ്മളെന്താക്കുക, നല്ലത് ചെയ്ത് ജീവിക്കുക, അള്ളാഹുവിനനുസരിച്ച് അവനക്ക് ധിക്കരിക്കാണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക. ഈ നരകത്തിൽ നമ്മൾ പ്രവേശിക്കാൻ പാടില്ല ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് എന്താക്കുക, പ്രാർത്ഥിക്കുക, നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മൾ രക്ഷിക്കണേ. അപ്പം അങ്ങനെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആൾക്കാരിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാഷാ അല്ലാഹ്, മനോഹരമായി നമുക്ക് പഠിപ്പിച്ചു തന്നു അല്ലേ? എല്ലാവരും ഹിഫ്ള് ഇപ്പം തന്നെ ആക്കിയോ? ഇപ്പം തന്നെ ഹിഫ്ളാക്കിയവർ കമൻറ്റ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ഉടനെ തന്നെ സ്റ്റാർ കളർ കൊടുക്കുക. ഓക്കെ, നമ്മൾ റമളാൻ ഡെയിലി സ്ട്രീക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അല്ലേ? ഓരോ അനുഗ്രഹങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിന് നന്ദി പറയുക. ഓരോന്ന് ഓർത്തിട്ട്, അല്ലാഹ്, എത്രയോ ആളുകൾ കണ്ണില്ലാത്ത ആളുകളുണ്ട്, സ്വന്തം മുഖം പോലും അവർ കണ്ടിട്ടില്ല. നമ്മളെന്തൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുന്നില്ലേ? അപ്പം അള്ളാഹു എങ്ങനെയാണ് കാണാൻ കാരണം എന്താ? കണ്ണുള്ളതുകൊണ്ട് അനുഗ്രഹം നമുക്ക് ലഭിച്ചില്ലേ? അങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്ത് പറഞ്ഞ് അള്ളാഹുവിന് നന്ദി പറയുക. അള്ളാഹു അങ്ങനെ നല്ലവരായിട്ടുള്ള ആളുകൾ, നിരന്തരം നന്ദി ചെയ്യുന്ന, നന്ദിയുടെ വാക്കുകൾ പറയുന്ന, അള്ളാഹുവെ ആ രീതിയിൽ ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയണ്ടേ? എന്താണ് അപ്പോൾ ആമീൻ പറയ്. കമൻ്റായിട്ട് പോരട്ടെ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ചില കുട്ടികളൊക്കെ തന്നെ ഇടുന്നുണ്ട്, ചില കുട്ടികളൊക്കെ ഇങ്ങനെ പറയാൻ കാത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചോദിക്കുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് കമൻറ്റ് ചെയ്യുക. അത് ഉത്തരം കമൻ്റായി എഴുതുക ഇൻഷാ അല്ലാഹ്. കമൻറ്റ് എല്ലാ വീഡിയോക്ക് ഇടുന്നവർക്ക്, നമ്മുടെ ബാലവേദി കൂട്ടുകാർക്ക് എന്തുണ്ട്, അവസാനം ഒരു സമ്മാനം ഒരുക്കിയിട്ടുണ്ട് ബാലവേദി ടീം അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖൈറാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.